ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയപുത്രൻ മൂലം നമ്മെ തിരഞ്ഞെടുക്കുകയും കാലസമ്പൂർണതയിൽ തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ചവനായി തന്നെ അയക്കുകയും നമ്മെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. തൻ്റെ രക്തം, തൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി മറുവിലയായി തന്ന് നമ്മെ വീണ്ടെടുത്ത ദൈവപുത്രനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ, സ്നേഹം, ആദരവ് ഏവർക്കും അറിയിക്കുന്നു. ഒരുമിച്ച് കർത്താവ് നമുക്ക് നൽകുന്ന ഈ ആത്മീയ വിരുന്നിനായി ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നതിന് കാരണമായി തീരട്ടെ. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും സൗന്ദര്യവർദ്ധനവിനും ഒക്കെ കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. പുറമേയുള്ള മനുഷ്യൻ പൗലോസ് പറയുന്നത് പോലെ ഇങ്ങനെ ക്ഷയിച്ചു പോയാലും, സ്തോത്രം, അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കേണ്ടതിന് കർത്താവ് സഹായിക്കട്ടെ. അരോഗ ദൃഢഗാത്രരായി അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം വളർച്ച പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെയാണ് നാം ഇപ്പോഴും നിൽക്കുന്നത്. അതിൻ്റെ 4 മുതൽക്കുള്ള വാക്യങ്ങളെയാണ് നാം ഇപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന ആശയമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഇന്നലെ നാം പ്രത്യേകാൽ കണ്ടത് യേശു 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ സിംഹാസനം അഥവാ യേശുക്രിസ്തുവിൻ്റെ രാജത്വം എന്നും എന്നേക്കും ഉള്ളത് എന്ന ആ ആശയത്തെ എടുത്തുകൊണ്ടായിരുന്നു ഈ എബ്രായ ലേഖനത്തിനകത്ത് നമ്മൾ കാണുന്ന നിത്യമായവയെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഇന്നലെ പങ്കുവെച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. ഇനിയും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ശ്രദ്ധയോടെ വായിച്ചാൽ ചിലപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യാതിരുന്നതും കൂടെ ചിലതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വന്നേക്കാം. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ആശയങ്ങൾ വേറെയുണ്ട്. നിത്യമെന്ന പദം നമ്മൾ കാണുന്നിടമാണ് പ്രത്യേകിച്ച് നോക്കിയത്. ആശയങ്ങൾ ഇനിയുമുണ്ട്. 12-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇളകാത്ത രാജ്യം. അതിൻ്റെ അർത്ഥവും നിത്യരാജ്യം എന്ന് തന്നെയാണ്. സ്തോത്രം. എന്നാൽ നിത്യം എന്ന ഒരു പദം അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ഇന്നലെ നമ്മുടെ പഠനത്തിൽ ചേർത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെയുള്ള ആശയങ്ങൾ വേറെയുമുണ്ട് ധാരാളം. ആ പദവും കൂടെ നമ്മളൊന്ന് നോക്കിക്കൊണ്ടായിരുന്നു പഠിക്കാനായിട്ട് ശ്രമിച്ചത്. സ്തോത്രം. ആ പ്രയോഗങ്ങൾ നമ്മളൊന്ന് കണ്ടു എന്നേ ഉള്ളൂ, വിശദീകരണങ്ങളിലേക്ക് എത്തിയില്ല. അത് ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം എന്ന് കർത്താവിൽ ആശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നും കൂടെ 1-ന്റെ 8-ാമത്തെ വാക്യം വായിച്ചോളൂ. 1:8. But of the Son he says, Your throne, O God, is forever and ever. The scepter of uprightness is the scepter of your kingdom. The Father acclaims to the Son, O God, your throne
ഈസ് ഫോർ എവർ ആൻഡ് എവർ. നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. യേശുക്രിസ്തുവിൻ്റെ നിത്യമായ രാജത്വം, യേശുക്രിസ്തുവിൻ്റെ നിത്യത്വം നമുക്കേവർക്കും വളരെ പരിചിതമായ ഒരു വാക്യമാണ് 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മനഃപ്പാഠമായിട്ട് പറയാറുള്ളത്. കർത്താവ് യേശുവിനെ കുറിച്ച് ഇന്നലെയും യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞുപോയ നാളുകളിലും വർത്തമാനകാലമായ ഇന്നും വരും കാലങ്ങളിൽ, ഭാവി കാലങ്ങളിൽ, നാളുകളിലും അനന്യനാണ്. സ്തോത്രം. മാറ്റമില്ലാത്തവനാണ്. an unchanging God. സ്തോത്രം. Jesus Christ is the same yesterday, today and forever. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്നലെ പെട്ടെന്ന് നിർത്തേണ്ടിയിരുന്നത് കൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരാഞ്ഞില്ല. ഇന്നലത്തേതിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമായിരിക്കുന്നെങ്കിൽ ചോദിക്കാം. വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ കടന്നില്ല. വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ നമ്മൾ ആ ഭാഗങ്ങൾ വരുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്നുമില്ല എന്ന് മൗനത്താൽ മനസ്സിലാക്കട്ടെ. എങ്കിൽ നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാം. ഒന്നും കൂടെ നമുക്ക് അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കാം. 1:4, 1:4. So he became as much superior to the angels as the name he has inherited is superior to them. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് യോഗ്യനായി അർഹനായി തീർന്നു. സ്തോത്രം. നാം അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ സുപ്പീരിയോറിറ്റി, ജീസസ് ഈസ് ബെറ്റർ ദാൻ എന്ന നിലയിൽ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നലെ കണ്ടതുപോലെ എബ്രായ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട പരാമർശമാണ്. ഇന്നലെ നമ്മൾ നോക്കിയത് എബ്രായ ലേഖനത്തിലെ നിത്യം എന്നേക്കുമുള്ളത് എന്ന ആശയമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എബ്രായ ലേഖനത്തിലെ നല്ലത്, ഏറ്റവും നല്ലത്, ശ്രേഷ്ഠം എന്ന പ്രയോഗമാണ്. ഇംഗ്ലീഷിൽ ബെറ്റർ എന്ന ഒരു വാക്കുകൊണ്ട് നമുക്കത് വിശേഷിപ്പിക്കാം. And therefore the book of Hebrews is very rightly called the book of better things. The book of better things. ഇന്നലെ നമ്മൾ നോക്കിയത് the book of eternal things എന്നുള്ളതാണെങ്കിൽ ഇന്ന് നാം നോക്കുന്നത് the book of Hebrews is the book of better things. നല്ലതുകളുടെ, ഏറ്റവും നല്ലതുകളുടെ പുസ്തകമെന്ന് എബ്രായ ലേഖനത്തെ നമുക്ക് സംബോധന ചെയ്യാം. സ്തോത്രം. നല്ലതുകളുടെ, അല്ലെങ്കിൽ ഏറെ നല്ലതുകളുടെ. സ്തോത്രം. ഏറെ നല്ലതുകളുടെ. ഈ പദപ്രയോഗവും വേർഷൻസും ഭാഷയും അനുസരിച്ച് ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം.
ആശയങ്ങൾ വളരെയധികമായിട്ടുണ്ട്. അതിലെ എല്ലാ ആശയങ്ങളുടെയും ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. എന്നാൽ എടുത്ത് പറയപ്പെടുന്ന ഭാഗങ്ങൾ മാത്രമേ നാം ഒന്ന് നോക്കുന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ എബ്രായ ലേഖനത്തെ നമുക്ക് നല്ലതുകളുടെ അല്ലെങ്കിൽ ഏറെ നല്ലതുകളുടെ പുസ്തകം എന്നൊക്കെ വിളിക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. എബ്രായ ലേഖനം, അതിൽ നമുക്ക് പല നല്ലതുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. അതിനെ വേണമെങ്കിൽ ബെറ്റർ എന്ന് നോക്കാം, അല്ലെങ്കിൽ സുപ്പീരിയർ എന്ന് വേണമെങ്കിൽ നോക്കാം. ചില വേർഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 5 നല്ലത് അഥവാ ബെറ്റർ തിങ്സ് എന്ന് പറയുന്നുണ്ട്. ചിലയിടത്ത് ചില വേർഷൻസ്, ചില ഭാഷകൾ നോക്കിയാൽ 7 എണ്ണം കാണാം. മറ്റ് ചിലതിൽ നോക്കിയാൽ 12ഉം 13 എണ്ണം കാണാം. അപ്പോൾ നമ്മൾ പൊതുവെ കാണുന്ന ആ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. സ്തോത്രം. വീണ്ടും ആവർത്തിച്ചോട്ടെ, എബ്രായ ലേഖനത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, യേശു ഏറെ വിശേഷപ്പെട്ടവൻ എന്ന നിലയിലാണ്. സ്തോത്രം. ആ വിശേഷതയിലെ ഒരു പ്രധാന ഘടകമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. യേശുവും യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളും യേശുവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യേശു ചെയ്ത കാര്യങ്ങളും എല്ലാം നിത്യമാണ് എന്നത്. യേശു നിത്യനാണെന്നും യേശുക്രിസ്തു ചെയ്ത യാഗം നിത്യമാണെന്നും യേശുവിൻ്റെ രക്തത്തിൻ്റെ സാധുത നിത്യമാണെന്നും യേശു നമുക്ക് നൽകിയ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷ നിത്യമാണെന്നും വീണ്ടെടുപ്പ് നിത്യമാണെന്നും യേശുവിൻ്റെ പൗരോഹിത്യം നിത്യമാണെന്നും രാജത്വം നിത്യമാണെന്നും സിംഹാസനം നിത്യമാണെന്നും ഇങ്ങനെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഘടകങ്ങളുമെല്ലാം നിത്യമാണ് എന്നത് തന്നെ യേശുവിൽ നമുക്ക് ഏറെ നല്ലതുകളുണ്ട് എന്നതിന് അടിസ്ഥാനമായിരിക്കുന്നു. സ്തോത്രം. ഏറെ നല്ലതുകൾ ഉണ്ട് എന്നതിന് അടിസ്ഥാനമായിരിക്കുന്നു. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇപ്പോൾ ഇവിടെ കാണുന്ന കാര്യമാണ് 1:4 നമ്മൾ വായിച്ചത്. ജീസസ് ഈസ് ബെറ്റർ ദാൻ ദ ഏഞ്ചൽസ്. ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ, സുപ്പീരിയർ, ബെറ്റർ എന്നാണ് നാം ഇപ്പോൾ 1:4 കണ്ടത്. സ്തോത്രം. ചിലർ ആ ആശയത്തെക്കുറിച്ച് പറയുന്നത് ക്രൈസ്റ്റ് ജീസസ് ഈസ് എ ബെറ്റർ സൺ. സ്തോത്രം. ഏറെ നല്ലവനായ പുത്രനാണ് യേശു എന്ന് ആ ആശയത്തെ നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. അത് നമ്മൾ അടിക്കടി കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ പ്രവാചകന്മാരോടുള്ള ബന്ധത്തിലായാലും ദൂതന്മാരോടുള്ള ബന്ധത്തിലായാലും മോശയോടോ അബ്രഹാമിനോടോ അഹരോനോടോ അഹരോന്യ പൗരോഹിത്യത്തോടോ ന്യായപ്രമാണപ്രകാരമുള്ള അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യാഗങ്ങളോടോ ദേവാലയത്തോടോ ഒക്കെ ഉള്ള ബന്ധത്തിലായാലും സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു ശ്രേഷ്ഠൻ. എന്തുകൊണ്ടെന്നാൽ യേശു ഈ പറയപ്പെട്ടവർക്ക് ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ദൈവപുത്രത്വം അവകാശപ്പെടുന്നു. അതുകൊണ്ടാണ് ചിലർ ഈ ഒന്നാമത്തെ ബെറ്റർ തിങ്ങിനെ, ഒന്നാമത്തെ
ഏറെ നല്ലതിനെ, ശ്രേഷ്ഠമായതിനെ എങ്ങനെ സംബോധന ചെയ്യുന്നത്? ഏറെ നല്ല പുത്രൻ, എ ബെറ്റർ സൺ, ജീസസ് ആസ് എ ബെറ്റർ സൺ. സ്തോത്രം. അല്ലെങ്കിൽ നാം ഇവിടെ കാണുന്നത് ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ടു ദ ഏഞ്ചൽസ്. സ്തോത്രം. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു. ശ്രേഷ്ഠമേറിയ നാമം യേശുക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ഗാഡ്. സ്തോത്രം. ജീസസ് ഈസ് ബെറ്റർ. സ്തോത്രം. അപ്പോൾ ഇവിടങ്ങളിൽ നാം അതാണ് കാണുന്നത്. സ്തോത്രം. അതുപോലെ ആ പദം അവിടെ കാണുന്നില്ലെങ്കിലും ഒരാശയം നമുക്ക് 2-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ ഉള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. അവിടെ നാം കാണുന്നത് ജീസസ് ഈസ് എ ബെറ്റർ മാൻ. ആ പദം അവിടെ ഇല്ല, ആശയമേ ഉള്ളൂ. സ്തോത്രം. യേശു ഏറെ നല്ല മനുഷ്യനാണെന്ന്. സകല മനുഷ്യരിലും യേശു ഏറെ നല്ലവൻ. സ്തോത്രം. 5-ാമത്തെ വാക്യം മുതൽ 2-ാമത്തെ അധ്യായത്തിൽ നാം ആ ആശയം കാണുന്നുണ്ട്. അത് എല്ലാ ആശയങ്ങളും നമ്മൾ എടുക്കുന്നില്ല. ഇവിടെ യേശുവിൻ്റെ ആളത്വത്തെ സംബന്ധിച്ചുള്ളതായതുകൊണ്ട് ഞാനൊന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അവിടെ യേശുവിൻ്റെ മനുഷ്യത്വമാണല്ലോ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജീസസ് ഈസ് എ ബെറ്റർ മാൻ ഓർ ദ ബെറ്റർ മാൻ. സ്തോത്രം. ദ ബെറ്റർ മാൻ. അവിടെ ആണ് നാം ആ ഒരു ആശയം കാണുന്നത്. സ്തോത്രം. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന ആശയമാണ് നാം കാണുന്നത്. സ്തോത്രം. മോശയേക്കാൾ യേശുക്രിസ്തു ശ്രേഷ്ഠനായിരിക്കുന്നു എന്ന കാര്യം നമ്മളിതിനു മുമ്പും ഒന്ന് പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ പല പഴയ നിയമ കഥാപാത്രങ്ങളോടുള്ള ബന്ധത്തിൽ യേശു ശ്രേഷ്ഠനാണെന്ന് നാം കാണുന്നുണ്ട്. സ്തോത്രം. അത് മുഴുവനും പ്രത്യേകിച്ച് 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. 3-ന്റെ 3-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കോളൂ. 3:3. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. സ്തോത്രം. അധികം മഹത്വത്തിന് യോഗ്യൻ. യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ. സ്തോത്രം. അതിനുള്ള കാരണങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വാക്യത്തിൽ തന്നെ നമ്മൾ കണ്ടത് യേശു ഭവനം ചമച്ചവനാണ്. യേശു ഭവനത്തിൻ്റെ ഉടയവനാണ്. മോശ ആ ഭവനത്തിലെ ദാസൻ മാത്രമാണ്. ആ വ്യത്യാസമാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. അപ്പോൾ ജീസസ് ഈസ് ബെറ്റർ ദാൻ മോസസ്. സ്തോത്രം. അതിൻ്റെ 19 വരെയുള്ള വാക്യങ്ങളിൽ മോശയോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുകയാണ്. സ്തോത്രം. 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 4-ന്റെ 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, സ്തോത്രം, എ ബെറ്റർ റെസ്റ്റ് എന്നുള്ളതാണ്. സ്തോത്രം. ഏറെ നല്ലതായ വിശ്രമം അഥവാ സ്വസ്ഥത. സ്തോത്രം. സ്വസ്ഥത. അപ്പം അത് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന
ആശയമാണ്, വിശേഷിച്ച് 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. ഇനി അതുമല്ലെങ്കിൽ അതിൻ്റെ 10ാമത്തെ വാക്യം വരെ ആയാലും നമുക്ക് അതിനെപ്പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. പഴയ നിയമ ഇസ്രായേലിന് സ്വസ്ഥത വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നു. മോശയ്ക്ക് ശേഷം യോശുവ അവരെ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. അവിടെ അവർക്ക് അവകാശങ്ങളും ലഭിച്ചു. എങ്കിലും ദൈവം അവരോട് പറഞ്ഞ സ്വസ്ഥതയുടെ വാഗ്ദത്ത നിവൃത്തി ഇതുവരെ പ്രാപിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ഒരു സ്വസ്ഥതയുടെ അനുഭവം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ശേഷിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ആശയമായിട്ടിരിക്കുന്നത്. സ്തോത്രം. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ യേശു അവിടെ യോശുവയേക്കാൾ ശ്രേഷ്ഠനെന്ന ഒരു ആശയമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം യോശുവ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയില്ല, അല്ലെങ്കിൽ യോശുവയ്ക്ക് ഇസ്രായേലിനെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ, കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിഞ്ഞില്ല. വാഗ്ദത്ത കനാനിൽ അവരെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് സത്യമാണ്. ഇറ്റ് വാസ് ഇൻ ദ ലീഡർഷിപ്പ് ഓഫ് Joshua the people of Israel entered into the promised land. It was under Joshua they made the conquest of the land. It was Joshua who partitioned the land among the 12 tribes. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്കിടയിൽ വാഗ്ദത്ത നാടിനെ വിഭജിച്ച് നൽകിയവൻ, വിഭാഗിച്ചു കൊടുത്തവൻ യോശുവയാണ്. യോശുവയുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ വാഗ്ദത്ത കനാനെ പിടിച്ചടക്കിയത്, അവകാശമാക്കിയത്, അവിടേക്ക് പ്രവേശിച്ചത്. ഒക്കെ ശരിയാണെങ്കിലും ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, യോശുവ അവർക്ക് സ്വസ്ഥത അന്തിമമായ നിലയിൽ കൊടുത്തില്ല, അല്ലെങ്കിൽ കൊടുക്കുവാനായിട്ട് യോശുവയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് അതിൻ്റെ 11ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വേഴ്സ് നമ്പർ 11. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. സ്തോത്രം. പണ്ടൊരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, സത്യത്തിൽ കനാൻ നാട്, ഇസ്രായേൽ മക്കൾ കൈയടക്കിയ കനാൻ നാട് നമുക്ക് ലഭിക്കുവാനുള്ള വിശ്രമ നാടിൻ്റെ പ്രതീകം അല്ലത്രേ. പിന്നെയോ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പ്രതീകമാണ്. എന്ന് വെച്ചാൽ കനാൻ നാട്ടിൽ ഇസ്രായേൽ മക്കൾ പ്രവേശിച്ചു എങ്കിലും അവർക്ക് യുദ്ധം തീർന്നിരുന്നില്ല. അവർക്ക് വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യേണ്ടിയിരുന്നു, പിടിച്ചടക്കേണ്ടിയിരുന്നു. അതുപോലെ ആ കനാൻ നാടിൻ്റെ അനുഭവം നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിത്യതയിൽ എത്തുന്നതുവരെയുള്ള ആത്മീയ ജീവിതത്തിൻ്റെ കാലഘട്ടത്തെ കുറിക്കുന്നു അത്രേ. എന്തെന്നാൽ നാം നിത്യതയിൽ പ്രവേശിക്കും വരെ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് എന്തുണ്ട്? യുദ്ധസേവയുണ്ട്.
രക്ഷിക്കപ്പെടുന്ന ഒരുവൻ കളിക്കളത്തിലേക്കല്ല പോകുന്നത്. രക്ഷിക്കപ്പെടുന്ന ഒരുവനെ കർത്താവ് ഡൈനിങ് ഹാളിലല്ല കൊണ്ട് നിർത്തുന്നത്, ഇഷ്ടം പോലെ തിന്ന് കുടിച്ച് അവിടെ കിടന്നോടാന്നും പറഞ്ഞ്. റിക്രിയേഷൻ റൂമിലേക്കല്ല, TV റൂമിലേക്കല്ല രക്ഷിക്കപ്പെട്ട ഒരുത്തനെ കൊണ്ടുപോയി റിമോട്ടും ലോകത്തുള്ള മുഴുവൻ ചാനലും കൂടെ തരുന്നത്. ഇരുന്ന് തിന്ന് കുടിച്ച് വിശ്രമിച്ച് ഇതൊക്കെ കണ്ടോണ്ട് അവിടെ ഇരുന്നു. നോ. സ്തോത്രം. തിരുവെഴുത്ത് വിശേഷാൽ പറയുന്നു, രക്ഷിക്കപ്പെടുന്ന ഒരുവനെ കർത്താവ് കൊണ്ട് നിർത്തുന്നത് ഒന്ന് ഒരു ഓട്ടക്കളത്തിലാണ്, മറ്റൊന്ന് ഒരു റെസ്ലിംഗ് റിങ്ങിലാണ്, ഒരു ഗോദയിലാണ്, ഗുസ്തിയുടെ ഗോദയില, റെസ്ലിംഗ് റിങ്, പോരാട്ടമെന്ന് അതിനെ വേദപുസ്തകം വിളിക്കുന്നു. ഒരു യുദ്ധക്കളം എന്ന് അതിനെ നമുക്ക് വിളിക്കാം. സ്തോത്രം. അപ്പോൾ ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചുവെങ്കിലും അത് അവർക്ക് യുദ്ധകാലങ്ങളായിരുന്നു. അവർക്ക് പിടിച്ചടക്കേണ്ടിയിരുന്നു. സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ അവിടെ നമുക്ക് യുദ്ധമൊന്നും ഇല്ല, അവിടെ ഒന്നും നമുക്ക് പിടിച്ചടക്കേണ്ടതായിട്ടില്ല. പിന്നെ നമുക്കവിടെ അധ്വാനങ്ങളൊന്നുമില്ല. പക്ഷേ അധ്വാനവും യുദ്ധവും ഓട്ടവും എല്ലാം ഇവിടെ വച്ചാണ്, രക്ഷിക്കപ്പെട്ട ശേഷമാണ്. സ്തോത്രം. ഇന്നലെ ഞാനൊരു ആത്മീയ വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ആള് പറയുകയായിരുന്നു, നമ്മൾ നടക്കുകയാണെങ്കിൽ അല്ലേ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. ഇത് ഓട്ടമല്ല. ഈ ഓട്ടത്തിനിടയ്ക്ക് അവിടെ ഇവിടെ ഒന്നും നോക്കാനൊക്കത്തില്ല, നോക്കിയാലൊന്നും കാണത്തുമില്ല. നമ്മൾ ഓട്ടക്കളത്തില്ല. അതുകൊണ്ട് അങ്ങും ഇങ്ങും നോക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല, നോക്കിയാലോട്ട് കാണുകയില്ല. ഇനി അഥവാ നോക്കിപ്പോയെങ്കിൽ മൂക്കും അടിച്ച് താഴെ വീഴുകയും ചെയ്യും. നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഇവിടെയൊക്കെ കുറെ നേരമൊക്കെ നോക്കി നിൽക്കാം, പ്രശ്നമില്ല. ഇപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു ദൈവഭക്തനെ കർത്താവ് കൊണ്ടാക്കുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ്. ഒന്ന് ഓട്ടക്കളം, മറ്റൊന്ന് ഒരു യുദ്ധക്കളം. സ്തോത്രം. ഒരു ഗുസ്തിയുടെ, ഒരു മൽപ്പിടുത്തത്തിൻ്റെ ഗോദ. ഇസ്രയേൽ ജനം കനാൻ നാട്ടിലെത്തിയതുപോലെ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിവക്ഷിക്കാം. ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്, ഇസ്രായേൽ മക്കൾക്ക് യോശുവ സ്വസ്ഥത വരുത്തിയില്ല. സ്തോത്രം. വരുത്തിയിരുന്നു എങ്കിൽ ഇനിയും ഒരു സ്വസ്ഥത ശേഷിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴോ നമുക്കൊരു ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. സ്തോത്രം. അതിന്റെ 8ാമത്തെ വാക്യം കൂടെ വായിച്ചു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. സ്തോത്രം. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയില്ലെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു സ്വസ്ഥതയുടെ അനുഭവം, ഏറെ നല്ല വിശ്രമത്തിൻ്റെ സ്വസ്ഥതയുടെ വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. യോശുവയ്ക്ക്, പഴയ നിയമത്തിലെ യോശുവയ്ക്ക് സാധിക്കാഞ്ഞതിനെ പുതിയ നിയമത്തിലെ യോശുവ സാധിപ്പിച്ചു തരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് യോശുവയേക്കാൾ യേശു ശ്രേഷ്ഠൻ എന്ന പാഠമാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത്. സ്തോത്രം. ജീസസ് ഈസ് ബെറ്റർ ദാൻ ജോഷുവ. Joshua of the Old Testament, who led Israelites to the promised land.
but he could not bring them to eternal rest. That was a very conquest land. They had to make many wars. Those days were not actually the days of rest. Certainly, they had a rest from the walk, but not from the war. 40 വർഷങ്ങൾ അവർ മരുഭൂമിയിൽ നടത്തിയ യാത്രയിൽ നിന്ന് സ്വസ്ഥത ലഭിച്ചുവെങ്കിലും മരുഭൂമിയിൽ അവർ ചെയ്യാതിരുന്നത് പോലെയുള്ള യുദ്ധങ്ങളുടെ പരമ്പരകളാണ് കനാൻ നാട്ടിൽ അവർക്ക് ചെയ്യേണ്ടി വന്നത്. കനാൻ നാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ അവർക്ക് ഏറ്റവും പ്രതികൂലമായി നിന്നത് ഒന്ന് യോർദാനും അത് കടന്നിങ്ങോട്ട് വന്നപ്പോൾ യെരിഹോവും. It was not that easy for Israelites to enter into the promised land. They had to cross the Jordan. They had to conquer the Jericho. That was far beyond their reach, their power. But God made it possible, of course. അവർ മരുഭൂയാത്ര അവസാനിപ്പിച്ചിട്ട് കനാനിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ആദ്യ പടിയായി യോർദാൻ കടക്കേണ്ടിയിരുന്നു. അത്ഭുതകരമായി ദൈവം അവരെ കടത്തി. അത് കഴിഞ്ഞപ്പോൾ തലയെടുപ്പോടെ അവർക്കൊരിക്കലും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഉയർന്നു നിന്ന യെരിഹോ മതിൽ. പക്ഷേ ആയുധരഹിതരായ ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ ആ യെരിഹോ മതിലും തകർന്നു വീണു. തകർന്നു വീണെന്ന് പറയുന്നതിനേക്കാൾ തകർന്നു വീഴുകയായിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് പിന്നെയും പണിയായനെ. അത് പുറത്തോട്ട് വീണിരുന്നെങ്കിൽ മതിലിനെ ചുറ്റി നടക്കുന്ന ഇസ്രായേലിന്റെ മുകളിലേക്കായിരിക്കും വീഴുന്നത്. ഇനി അകത്തേക്ക് വീഴുകയായിരുന്നുവെങ്കിൽ ഇത് മുഴുവനും കൂടെ പെറുക്കിക്കൂട്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വെക്കുന്നത് ഇസ്രായേലിന് ഏറെ ശ്രമകരമായനെ. അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല അവിടെ. അതുകൊണ്ട് പല വേദ പഠിതാക്കളും ചിന്തിക്കുന്നത്, ഞാനും ചിന്തിക്കുന്നത്, ഈ മതില് താഴോട്ടങ്ങ് ഇരുത്തിയെന്ന. ഇസ്രായേലിനൊപ്പം വേറെ പണിയൊന്നുമില്ല. അങ്ങ് ഇരുത്തി, നേരെ അങ്ങ് താണുപോയി. സ്തോത്രം. പറഞ്ഞു വന്നത്, ഇസ്രായേൽ അവരുടെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു എന്ന്, അല്ലെ പ്രവേശിച്ചുവെന്ന് പറയുന്ന ഇടത്ത് തന്നെ തുടക്കത്തിലേ അവർക്ക് അവരുടെ കഴിവിനപ്പുറമായുള്ള എതിർപ്പുകളെ തരണം ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ നമുക്ക് ശേഷിച്ചിരിക്കുന്ന സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഈ പറയപ്പെട്ടതുപോലെയുള്ള തടസ്സങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും ഇല്ല. അതാണ് യഥാർത്ഥ സ്വസ്ഥത. അതുകൊണ്ട് സ്തോത്രം, ജീസസ് ഈസ് ബെറ്റർ ദാൻ ജോഷുവ ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെന്റ്. യേശു പഴയ നിയമത്തിലെ ജോഷുവയേക്കാൾ ശ്രേഷ്ഠൻ. സ്തോത്രം. കാരണം നമുക്ക് ഏറെ നല്ല സ്വസ്ഥതയിലേക്ക് ക്രിസ്തു നമ്മെ പ്രവേശിപ്പിക്കുന്നു. സ്തോത്രം. എന്നാൽ അവർ കടന്ന
കനാൻ നാട് പോലെയാണ് ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതമെന്ന് നാം തിരിച്ചറിയുക. നമുക്കിവിടെ യുദ്ധസേവയുണ്ട്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, സ്തോത്രം, നിങ്ങൾ, ഞാനതിനെ അങ്ങ് സ്വതന്ത്രമായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. 1 തിമോത്തിയോസ് 6 അധ്യായത്തിൻ്റെ 11-12 വാക്യമാണ് ഞാനീ പറയുന്നത്. ഞാനതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു പറയുകയാണ്. നിങ്ങളുടെ ഒരു കൈ കൊണ്ട് നിത്യജീവനെ പിടിച്ചുകൊള്ളണം, മറ്റേ കൈ കൊണ്ട് നിങ്ങൾ നല്ല യുദ്ധസേവ ചെയ്യണം. നെഹമ്യാവും എസ്രായും ഒക്കെ ചെയ്തതുപോലെ ഒരു കൈയിൽ പണിയായുധവും മറുകൈയിൽ ആക്രമണത്തിനുള്ള ആയുധവും. ഇതുപോലെ ഒരു കൈയിൽ നിത്യജീവനെ നാം പിടിച്ചുകൊള്ളണം, മറുകൈ കൊണ്ട് നല്ല യുദ്ധസേവ ചെയ്യണം. സ്തോത്രം. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. അതിപ്പോഴാണ്. സ്തോത്രം. അത് കനാൻ നാടിൻ്റെ പ്രതീകമാണ്. സ്തോത്രം. അങ്ങനെ യേശുക്രിസ്തുവിനെ നമുക്കിവിടെ യോശുവയേക്കാൾ ശ്രേഷ്ഠനായിട്ട് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. 4 അധ്യായത്തിൽ തന്നെ നാം നോക്കിയാൽ 14 മുതൽക്കുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, സ്തോത്രം, ഓക്കെ, in the Old Testament we see Joshua could not grant them an eternal rest. Even though they could enter into the promised land, it was a land and a time of conquest, one after other. A series of conquests were there. They had to fight. They had to make war. Even though they could rest from the walk that they walked for 40 years in the wilderness, now they had not to walk or travel, but they had to travail to acquire the land. In the same way, here on the earth, just after our salvation experience, the Lord puts us in a wrestling ring or in a battlefield. So also in a running race. These are the two major, metaphors Paul uses for Christian life. Two major metaphors Paul uses for the Christian life: a running race and waging war. And therefore, as in the times of Ezra and Nehemiah, they were having armors of works or instruments of construction in one hand, and on the other hand, they were having the weapons for own security and conquering the enemy. In the same way, as we read in 1 Timothy chapter 6 and verse 12, Paul says, hold on to eternal life and fight a good fight of faith. So in the same way, we have to hold on with one hand the eternal life, the very gift of God, and with the other hand, we have to use the spiritual equipments to wage war. And therefore, we can conclude that Jesus is better than the Joshua of the Old Testament in relation with bringing us to the rest. And also, we are promised with a better rest experience than that of the Old Testament Israelites. അപ്പോൾ യേശു
ഫൈൻ. യേശു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. നമുക്ക് ലഭിപ്പാൻ പോകുന്ന വിശ്രമം അഥവാ സ്വസ്ഥത ഇസ്രയേലിന് ലഭിച്ച സ്വസ്ഥതയേക്കാൾ ശ്രേഷ്ഠം. ഇനിയും 4-ാമത്തെ അധ്യായത്തിൽ തന്നെ നാം വരുമ്പോൾ, പ്രത്യേകിച്ച് അതിൻ്റെ 14 മുതൽക്കുള്ള വാക്യങ്ങൾ നാം നോക്കിയാൽ 4:14 to 5:10, 4:14 തൊട്ട് 5:10 വരെ നാം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജീസസ് ഈസ് എ ബെറ്റർ പ്രീസ്റ്റ് ഓർ എ ബെറ്റർ ഹൈ പ്രീസ്റ്റ്. യേശു ക്രിസ്തു അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ, മഹാപൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതാണ്. യേശു ക്രിസ്തു Christ is a better priest, or rather high priest, or even we can say the priesthood. ഇന്നലെയും നാം അതേക്കുറിച്ച് 5-ാമത്തെ അധ്യായത്തിൽ നിന്ന് കാണുകയുണ്ടായി. സ്തോത്രം. 5-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, ഇന്നലെ പറഞ്ഞു വിട്ടായിരുന്നു, നീ മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. യേശുവിൻ്റെ പൗരോഹിത്യം എന്നേക്കും ഇരിക്കുന്നത്, ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്. സ്തോത്രം. അപ്പോൾ യേശു പഴയ നിയമ പുരോഹിതന്മാരെക്കാൾ, പഴയ നിയമ ലേവ്യ പൗരോഹിത്യത്തെക്കാൾ, പഴയ നിയമ അഹരോന്യ മഹാപൗരോഹിത്യത്തെക്കാൾ യേശു മഹാൻ, ശ്രേഷ്ഠൻ. സ്തോത്രം. ജീസസ് ഈസ് better priest than the Levitical priesthood. Jesus is a better high priest than the Aaronic high priesthood, because all of them were perishable, changeable, movable. But Jesus is eternal, and therefore his priesthood too is eternal, as we now saw from 5:6. 5:6 നമ്മൾ കണ്ടതുപോലെ ബാക്കിയുള്ള മഹാപുരോഹിതന്മാരെല്ലാവരും മരണം കൊണ്ട് മാറിപ്പോകുന്നവരായിരുന്നു. സ്തോത്രം. അവരെല്ലാവരും മരണം കൊണ്ട് മാറിപ്പോകുന്നവരായിരുന്നു. എന്നാൽ യേശുവോ മരണം ഏശാത്തവനാകയാൽ, യേശു ഇനി ഒരിക്കലും മരിക്കാത്തവനാകയാൽ, യേശുവിൻ്റെ മേൽ മരണത്തിന് ഇനി കർത്തൃത്വം ഇല്ലായികയാൽ, അവൻ എന്നേക്കും ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ, യേശുവിൻ്റെ പൗരോഹിത്യം മാറിപ്പോകുന്ന പൗരോഹിത്യം അല്ല. സ്തോത്രം. പ്രൈസ് ഗാഡ്. 5:6 വാക്യം ഒന്ന് വായിച്ചോളൂ. 5:6. നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. സ്തോത്രം. നീ മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. മരണത്താൽ യേശുവിന് മാറ്റമില്ല. അഹരോന്യ മഹാപുരോഹിത്യത്തിലെ എല്ലാ കൂറുകാർക്കും മരണം കൊണ്ട് മാറ്റമുണ്ട്. മരണം കൊണ്ട് മാത്രമല്ല, ഇനി മരിക്കുന്നതിന് മുമ്പ് തന്നെ മാറും. നറുക്ക് വീഴുന്നവർക്കേ മഹാപുരോഹിതനാകാൻ പറ്റൂ. ഓരോ വർഷവും ഓരോരുത്തർക്കായിരിക്കും നറുക്ക് വീഴുക. അപ്പം മരണം കൊണ്ടും
മഹാപുരോഹിതന്മാർ മാറുമായിരുന്നു, നറുക്കുകൊണ്ടും മഹാപുരോഹിതന്മാർ മാറുമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ മഹാപുരോഹിത്യത്തെ സംബന്ധിച്ച് നറുക്കുമില്ല, മരണമില്ല. Aaronic means Levites were priests, and Aaronic family was high priest. Aaron was the first high priest. Levites were there to help them in their ministries. But Aaronic high priests were changing or changeable by two things. One, by death, and second, by lot. Even if a high priest, if he was not chosen by casting lots, he could not minister in the Holy of Holies. And therefore, each year, the high priest was elected by casting lots. Or on a very serial wise. And therefore, a person could not permanently be a high priest. But that was not the case in Jesus. There was no change because of death. As Jesus conquered the death by his death and resurrection. And also, because there was no other priest to replace Jesus of the same standard of immortality, there was no question of casting lot. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യം. രണ്ട് കാരണങ്ങൾ. ഒന്ന്, യേശുവിന് മരണത്താൽ മാറ്റമില്ല. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. എന്നേക്കുമായി യേശു ജീവിച്ചിരിക്കുന്നു. രണ്ടാമത്, യേശുവിനെ മാറ്റാൻ യേശുവിൻ്റെ അതേ നിലവാരത്തിലുള്ള രണ്ടാമതൊരാളില്ല. അതുകൊണ്ട് നറുക്കിടുന്ന പരിപാടി അവിടെ വരുന്നില്ല. യേശുവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, മാറ്റണമെങ്കിൽ പകരക്കാരൻ എങ്ങനെയുള്ളവനായിരിക്കണം? യേശുവിനെ പോലെ തന്നെ യേശുവിൻ്റെ അതേ നിലവാരമുള്ളയാളായിരിക്കണം. നിലവാരമെന്ന് പറയുമ്പോൾ മരണമില്ലാത്തയാൾ. അങ്ങനെ ഒരാൾ വേറെ ഇല്ല. അതുകൊണ്ട് യേശുവിൻ്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യം. ജീസസ് is a better priest, a better high priest, and his priesthood and his high priesthood are better than that of the Levites and of the Aaronic clan, Aaronic family. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. പക്ഷെ നമ്മള് ഇസ്രായേൽ മക്കളെ യാത്രയൊക്കെ നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്ത് പഠിക്കുമ്പോൾ പലപ്പോഴും അവര് കനാനിൽ ചെന്നത് നമ്മൾ നിത്യതയിൽ എത്തുന്നതായിട്ടായിരുന്നല്ലേ? അതെ, സാധാരണ അങ്ങനെയാണ് നമ്മുടെ പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ.
അതെ. എന്നാൽ അവർക്ക് കനാനിൽ യുദ്ധസേവ ഉണ്ടായിരുന്നതുപോലെ നമുക്ക് നിത്യതയിൽ യുദ്ധമൊന്നും ഇല്ല. അതുകൊണ്ട് ആ കമ്പാരിസനേക്കാൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് കുറെ കൂടെ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത് ശരിക്കും മനസ്സിലായി. ഓക്കെ. സ്തോത്രം. മറ്റെന്തെങ്കിലും? മറ്റൊന്നുമില്ല എങ്കിൽ ഈ വിഷയം തീർന്നില്ല എങ്കിൽ നമുക്ക് ഇന്നിവിടെ നിർത്താം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത പല പഴയ നിയമ ആളത്വങ്ങളെക്കാളും യേശുവിൻ്റെ ശ്രേഷ്ഠത നാം കണ്ടു. ദൂതന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും പഴയ നിയമത്തിലെ പ്രവാചക ശ്രേഷ്ഠനായ മോശയെക്കാളും ഏറ്റവും വലിയ മഹാപുരോഹിതനായ അഹരോനേക്കാളും ഒക്കെ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. ആ ശ്രേഷ്ഠനായ കർത്താവ് നമ്മെ ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് കരം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നാമും നമ്മുടെ രക്ഷാനായകനായ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവരാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളിതിന് ശേഷവും കേൾക്കുന്നവരാരെങ്കിലും ഈ ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ പാപക്ഷമ പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്തവരായി ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇന്ന് തന്നെ പാപങ്ങളെ ഏറ്റുപറയുക, ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെടുക, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കർത്താവായും രക്ഷിതാവായിട്ടും സ്വീകരിക്കുക. നിത്യജീവനിലേക്ക് യേശുക്രിസ്തുവിനോടൊപ്പം പ്രവേശിപ്പാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.